നമസ്കാരം പ്രിയപ്പെട്ടവരെ. മലയാളത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് വേണ്ടിയുള്ള അനുശോചന കുറിപ്പ്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന മലയാളത്തിൻ്റെ സാഹിത്യ ഇതിഹാസം നമ്മയെല്ലാം വിട്ടകന്നു പോയി. അറിയാത്ത സമുദ്രങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന നദിയെയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞത് MT. മലയാളികൾക്ക് എന്നും കാത്തിരിക്കാനാകുന്ന പാകത്തിൽ ഓർത്തിരിക്കാനായി കഥകൾ, നോവലുകൾ, സിനിമകൾ, യാത്രാവിവരണങ്ങൾ, ബാലസാഹിത്യം എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളെ സമ്മാനിച്ചാണ് അദ്ദേഹം സ്വന്തം ജീവിതത്തെ അടയാളപ്പെടുത്തിയത്. മഞ്ഞിലൂടെ വായനക്കാരൻ്റെ മനസ്സിൻ്റെ കൂണിൽ തീ കൂട്ടിയ അദ്ദേഹം ഡിസംബറിൻ്റെ ഏറ്റവും മനോഹര ദിനമായ ഉണ്ണീശോയുടെ പിറവിദിനത്തിലാണ് സ്വർഗത്തിലേക്ക് യാത്രയായത്. പാടി പതിഞ്ഞതും പറഞ്ഞു പരിചയിച്ചതും ഒന്നും തന്നെ അതിശയോക്തികൾ അല്ല. MT എന്ന ആ രണ്ടക്ഷരത്തിൽ സാഹിത്യത്തിന്റെ വിവിധ ലോകങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്നു. ഏത് ശൂന്യതയ്ക്ക് നടുവിലും എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുക. പ്രതീക്ഷ സാക്ഷാത്കരിക്കാം എന്ന് വിശ്വാസമുണ്ടായിട്ടല്ല, എന്നാലും അസ്തിത്വത്തിന്റെ ഏകാധാരം എന്ന നിലയിൽ അതിൽ പിടിച്ചു തൂങ്ങിക്കൊള്ളുകയേ നിവൃത്തിയുള്ളൂ. വെറുതെ ആ പ്രതീക്ഷയെ തിരിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അതെ, അങ്ങ് തെളിയിച്ചു തന്ന വാക്കുകളുടെ വെളിച്ചത്തിൽ ഞങ്ങൾ ഇനി മുൻപോട്ട് ഗമിക്കാം. അക്ഷരങ്ങളുടെ പ്രിയതവള അങ്ങേക്ക് ആദരപൂർവ്വം അർപ്പിക്കുന്നു ഒരു തുള്ളി കണ്ണുനീർ. തൃശൂർ ലിറ്റററി ഫോറം അംഗങ്ങളും ചേറൂർ സാഹിത്യ സാംസ്കാരിക കേന്ദ്രവും അങ്ങയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രണാമം മഹാഗുരു. ഒരു മിനിറ്റ് എഴുന്നേറ്റുന്നു. ഇന്ന് MTയെ കുറിച്ച് അടുത്തറിയാവുന്ന വസന്തൻ മാഷും MD രാജേന്ദ്രനും ഇവിടെയുണ്ട്. അവർ ഇതിന് മുഖ്യമായ പ്രഭാഷണം എന്നത് MTയെ കുറിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. അവരുടെ പ്രഭാഷണം കേൾക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനു മുമ്പ് 2 വരികൾ കൂടി ഞാൻ പറഞ്ഞു. ഞാൻ അധ്യക്ഷ പ്രസംഗത്തിന് ശ്രീ വസന്ത മാഷെ ക്ഷണിക്കാം. നമ്മൾ സാഹിത്യത്തിലൂടെ കൂടിയിരിക്കുന്ന ഇന്ന് പറഞ്ഞ പോലെ അത്യന്തം ദുഃഖകരമായ ഒരു സമയത്താണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇന്നൊരു പരിപാടി നമ്മൾ വെച്ചിട്ടുള്ളതാണ് മലയാറ്റൂരിൻ്റെ ഒരു സ്മൃതി. പക്ഷേ MT മരിച്ച ഈ അവസരത്തിൽ നമ്മൾ തുടങ്ങുന്നത് MTയെ പരാമർശിക്കാതെ പോകാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് MTക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ചെലവാക്കുന്നത്. MT എന്ന് പറയുന്നത് സാമൂഹ്യ അനാചാരങ്ങളോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുവാനും പുരോഗമനാശയങ്ങൾ ജനമനസ്സുകളിൽ എത്തിക്കാനും തൻ്റെ പേന ആയുധമാക്കിയ ഒരു ഉൽപ്പാദിഷ്ണുവായിരുന്നു അദ്ദേഹം. മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തിലും പത്രാധിപർ എന്ന നിലയിലും അമൂല്യ സംഭാവനകൾ കൊണ്ട് അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തി. ജനവിരുദ്ധമായ എന്തിനോടും പൊരുതാൻ അദ്ദേഹം അക്ഷരങ്ങളെ ഉപയോഗിച്ചു. മതനിരപേക്ഷതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുഖമുദ്ര. സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ കൊണ്ടും നിസ്തുലമായ രചനാശൈലി കൊണ്ടും അദ്ദേഹം വേറിട്ട് നിന്നു. നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്, കാലം, രണ്ടാമൂഴം, വാനപ്രസ്ഥം തുടങ്ങിയ കൃതികൾ ഉദാഹരണങ്ങളാണ്. നിർമാല്യം, സതയം, പരിണയം, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയ ചലച്ചിത്രങ്ങൾ മലയാള ഭാഷയെ ദേശീയ ചലച്ചിത്ര പട്ടികയിൽ ഉൾപ്പെടുത്തി. എഴുത്തുകാരനേക്കാൾ മികച്ചൊരു വായനക്കാരനായിരുന്നു അദ്ദേഹം. എണ്ണമറ്റ സാഹിത്യകൃതികളെ അദ്ദേഹം മലയാളികളേക്ക് പരിചയപ്പെടുത്തി. രാജ്യത്തിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠവും രാഷ്ട്രത്തിൻ്റെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണും അടക്കമുള്ള പുരസ്കാരങ്ങൾ അതിൻ്റെ സാക്ഷ്യങ്ങളാണ്. 7 പതിറ്റാണ്ടുകാലത്തെ എഴുത്തു ജീവിതത്തിന് പൂർണ്ണവിരാമമായത് ഇപ്പോഴാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കോ സാഹിത്യ സംഭാവനകൾക്കോ മങ്ങലേൽക്കുകയില്ല. അക്ഷരങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അവയും എപ്പോഴും ജ്വലിച്ചു നിൽക്കും. അദ്ദേഹത്തിൻ്റെ വിയോഗം സാംസ്കാരിക കേരളത്തിൻ്റേത് മാത്രമല്ല
ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിൻ്റെ വായനക്കാരുടെയും സിനിമ ആസ്വാദകരുടെയും നഷ്ടം കൂടിയാണ്. എം ടിയുടെ ഭൗതിക ശരീരം മാത്രമേ നമ്മെ വിട്ടുപോയിട്ടുള്ളൂ. അദ്ദേഹം ധന്യമാക്കിയ, സമ്പന്നമാക്കിയ സാഹിത്യം എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും. മഹാന്മാർ ഒരിക്കലും മരിക്കുന്നില്ല. അവർ നമ്മളിലൂടെ എക്കാലവും കൂടുതൽ ശക്തമായി ജീവിക്കും. ഇനി മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് ശ്രീ വസന്ത മാഷേ.